ഹായ് ഫ്രണ്ട്സ്, 2020 നടന്ന കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ഫൈനൽ ആൻസർ കീ ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നാഷണൽ മിഷൻ ഓൺ ലൈബ്രറീസ് ഈസ് ആൻ ഇനിഷ്യേറ്റീവ് ഓഫ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ദ മിനിസ്ട്രി ഓഫ് കൾച്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മലബാർ മാരേജ് അസോസിയേഷൻ വാസ് ഫൗണ്ടഡ് ഇൻ. ഓപ്ഷൻ എ ആണ് ആൻസർ, 1879. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ജീവിത സമരം ഈസ് ദി ഓട്ടോബയോഗ്രഫി ഓഫ്. ഓപ്ഷൻ എ ആണ്, സി കേശവൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഹു റോഡ് ടു ഗാന്ധിജി ടു വോക്ക് ത്രൂ ദി പബ്ലിക് റോഡ് ഈസ് വൺ ദാറ്റ് ഈവൻ ഗ്രോഗ്സ് ആൻഡ് പിഗ്സ് എൻജോയ് എവരിവെയർ വിത്തൗട്ട് ഹാവിംഗ് ടു ഓഫർ എനി സത്യാഗ്രഹ അറ്റ് ഓൾ. ആൻസർ വരുന്നത് ഡോക്ടർ പൽപ്പു ആണ്, ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വി വി പാറ്റ് സ്റ്റാൻഡ് ഫോർ. വി വി പാറ്റ് എന്നാൽ അതിൻ്റെ ഫുൾ ഫോം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ, വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ. നെക്സ്റ്റ് സിക്സ്ത് ക്വസ്റ്റ്യൻ, ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് was announced on the occasion of the birth anniversary of. Answer, Sardar Vallabhbhai Patel. Victoria Memorial Hall is situated at. Victoria Memorial Hall എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? കൊൽക്കത്തയിലാണ് വിക്ടോറിയ മെമ്മോറിയൽ ഹാൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അത്ലറ്റ് കാസ്റ്റർ സെമാനിയ ബിലോങ്സ് ടു. അത്ലറ്റായിട്ടുള്ള കാസ്റ്റർ സെമാനിയ ഏത് രാജ്യത്തുള്ള ആളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, സൗത്ത് ആഫ്രിക്ക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിഷൻ ഇന്ദ്രധനുഷ് വാസ് ആൻ. ഹെൽത്ത് മിഷനാണ് ഇന്ദ്രധനുഷ് എന്ന് പറയുന്നത്. പത്താമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദി ഫോളോയിങ് ചാനൽ വാസ് ലോഞ്ച്ഡ് ഇൻ 2003. 2003 ഏത് ചാനലാണ് ലോഞ്ച് ചെയ്തത് ഈ പറയുന്നതിൽ? അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഡി ഡി ന്യൂസ് ആണ് 2003 ലോഞ്ച് ചെയ്ത ചാനൽ. നെക്സ്റ്റ് 210 GB എന്ന് പറയുന്നത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 210 എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്, 1 TB ആണ് 210 എന്ന് പറയുന്നത്. 12ാമത്തെ ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ മെയിൻ മെമ്മറി. ആൻസർ വരുന്ന ഹാർഡ് ഡിസ്ക്, ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഹാർഡ് ഡിസ്ക്. ബാക്കിയെല്ലാം മെയിൻ മെമ്മറിയിൽ വരുന്നതാണ്. റാം, DRAM ഒക്കെ മെയിൻ മെമ്മറീസ് വരുന്നതാണ്. ഹാർഡ് ഡിസ്ക് അതിൽപ്പെടുന്നതല്ല. അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, പിക്ക് ഔട്ട് ആൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഫ്രം ദി ഫോളോയിങ്. ഇതിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാണെന്ന് കണ്ടെത്തുക. അതിൻ്റെ ആൻസർ വരുന്നത് MS Word ആണ്. ആൻസർ ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ഹാപ്പൻ ഇഫ് വി പ്രസ് Ctrl+D ഇൻ MS Word. MS Wordൽ Ctrl+D നമ്മൾ പ്രസ് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓപ്പൺ ഫോണ്ട് ഡയലോഗ് ബോക്സ്. Ctrl+D നമ്മൾ പ്രസ് ചെയ്താൽ ഫോണ്ട് ഡയലോഗ് ബോക്സ് ഓപ്പൺ ആവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഡിഫോൾട്ട് നമ്പർ ഓഫ് ലൈൻസ് ടു ഡ്രോപ്പ് ഇൻ ഡ്രോപ്പ് ക്യാപ്പ്. ഒരു ഡ്രോപ്പ് ക്യാപ്പിൽ ഡിഫോൾട്ടായിട്ടുള്ള ഡ്രോപ്പ് ലൈനിൻ്റെ എണ്ണമാണ് വെച്ചേക്കുന്നത്. ഡിഫോൾട്ട് നമ്പർ ഏതാണ്? അത് ആൻസർ ഓപ്ഷൻ സി ആണ്. ഡിഫോൾട്ടായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്, ഓപ്ഷൻ സി 3. മാക്സിമം വരുന്നതാണ് 10 ഡ്രോപ്പ് ക്യാപ്പിൽ. ഡിഫോൾട്ട് ആയിട്ടുള്ളത് 3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഹൗ മെനി മാക്സിമം നമ്പർ ഓഫ് ടെക്സ്റ്റ് കോളംസ് ക്യാൻ യു ഇൻസേർട്ട് ഇൻ വേൾഡ് ഡോക്യുമെൻറ്റ്. വേൾഡ് ഡോക്യുമെൻറ്റിനകത്ത് നമുക്ക് ടെക്സ്റ്റ് കോളമായിട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ എത്രയാണെന്നാണ്. മാക്സിമം നമ്പർ ഓഫ് ടെക്സ്റ്റ് കോളംസ്. ആൻസർ വരുന്നത് 45 ആണ്, 45 ആണ് ആൻസർ, ഓപ്ഷൻ ഡി.
ഹൗ മെനി മാക്സിമം നമ്പർ ഓഫ് ടെക്സ്റ്റ് കോളം ക്യാൻ യു ഇൻസേർട്ട് ഇൻ എ വേർഡ് ഡോക്യുമെൻറ്റ്. ഒരു വേർഡ് ഡോക്യുമെൻറ്റിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന ടെക്സ്റ്റ് കോളങ്ങളുടെ എണ്ണമാണ് 45. നെക്സ്റ്റ് 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ് മാക്സിമം ഫോണ്ട് സൈസ് ക്യാൻ പ്രൊവൈഡ് ഇൻ MS Word 2003. ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ് 1638. 1638 ഫോണ്ട് മാക്സിമം ഫോണ്ട് സൈസാണ് MS Wordൽ പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന മാക്സിമം ഫോണ്ട് സൈസാണ് 1638. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ആൻ ഓപ്പറേറ്റർ യൂസ്ഡ് ടു സ്റ്റാർട്ട് എവരി ഫോർമുല ഇൻ MS Excel. MS Excelൽ എല്ലാം നമ്മൾ ഏത് ഫോർമുല സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പും കൊടുക്കേണ്ട ഓപ്പറേറ്റർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ വന്നത് ഓപ്ഷൻ എ ആണ് ഈക്വൽ ടു ആണ്. നെക്സ്റ്റ് 19ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ ആർ ബിൽറ്റ് വിത്ത് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്. ICs അതായത് IC ചിപ്പ് വന്നത് ഏത് ജനറേഷനിലാണെന്നാണ്. 3rd ജനറേഷനിലാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 3rd ജനറേഷനിൽ IC ചിപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ഡേറ്റ ഇൻ എ ലോജിക്കൽ സീക്വൻസ് ഈസ് കാൾഡ്. സോർട്ടിംഗ് ആണ്. ഓപ്ഷൻ ബി. സോർട്ടിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ഡേറ്റ ഇൻ എ ലോജിക്കൽ സീക്വൻസിൽ ഡേറ്റാസിനെ അറേഞ്ച് ചെയ്യുന്ന എന്നെ പറയുന്ന പേരാണ് സോർട്ടിംഗ്. ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഷോർട്ട് കട്ട് കീ ഫോർ സബ്സ്ക്രിപ്റ്റിൻ്റെ ഷോർട്ട് കട്ട് കീ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Ctrl+= ആണ് എന്തിൻ്റെ സബ്സ്ക്രിപ്റ്റിൻ്റെ. ഇനി 22ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് വിൽ ഹാപ്പൻ വെൻ വി പ്രസ് ഹോം കീ പ്രസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് മൂവ് ദി കഴ്സർ ബിഗിനിങ് ഓഫ് ദി ലൈൻ. ഒരു ലൈനിൻ്റെ ബിഗിനിങ്ങിലോട്ട് കഴ്സർ പോവും. ഈ ഹോം കീ നമ്മൾ ക്ലിക്ക് ചെയ്താൽ മൂവ് ദി കഴ്സർ ബിഗിനിങ് ഓൺ ദി ലൈൻ. അടുത്ത ക്വസ്റ്റ്യൻ ഫുൾ ഫോം ഓഫ് ISPയുടെ ഫുൾ ഫോം ആണ് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. അടുത്ത 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ് മോസില്ല ഫയർഫോക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വെബ് ബ്രൗസറാണ് മോസില്ല ഫയർഫോക്സ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് മിനിമം നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ക്യാൻ ബി പ്രൊവൈഡഡ് ഇൻ MS Word ഡോക്യുമെൻറ്റ് ഈസ്. MS Word ഡോക്യുമെൻറ്റിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന മിനിമം റോസും കോളത്തിൻ്റെയും എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. 1 and 1 ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. മിനിമം ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് വൺ ഓഫ് ദി ഫോളോയിങ് ലൈൻ സ്പേസ് ഓപ്ഷൻ ഈസ് നോട്ട് കറക്റ്റ് ഇൻ ദി കേസ് ഓഫ് MS Word 2007. ലൈൻ സ്പേസ് ഓപ്ഷനിൽ തെറ്റായിട്ടുള്ള ഏതാണെന്നാണ് ചോദിക്കുന്നത്. ട്രിപ്പിൾ എന്ന് പറയുന്ന ഓപ്ഷനില്ല. സിംഗിൾ ഉണ്ട്, ഡബിൾ ഉണ്ട്, അറ്റ്ലീസ്റ്റ് ഉണ്ട്. സിംഗിൾ, ഡബിൾ, അറ്റ്ലീസ്റ്റ് എന്നിവ MS Word 2007 ഒരു ലൈൻ സ്പേസ് ഓപ്ഷനിലുള്ളതാണ്. ട്രിപ്പിൾ എന്ന് പറയുന്നത് അതിലുള്ളതല്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് വിച്ച് റിബൺ ഇൻ MS Word 2007 ഈസ് യൂസ്ഡ് ടു ചേഞ്ച് ഫോണ്ട് ആൻഡ് ഫോണ്ട് സൈസ്. ഫോണ്ട് സൈസും ചേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏത് റിബണാണ്? ഹോം എന്ന് പറയുന്ന ഹോം ടാബ്. അടുത്ത ക്വസ്റ്റ്യൻ 28ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഫംഗ്ഷൻ കീ ഈസ് യൂസ്ഡ് ടു സ്പെൽ ചെക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ കീ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. F7 ആണ് സ്പെൽ ചെക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ കീ. വൺ ഓഫ് ദി ബോർഡർ ഓപ്ഷൻ ഈസ് നോട്ട് അവൈലബിൾ ഇൻ ദി ഡ്രിവൺ വിൻഡോ ഓഫ് ബോർഡർ ബട്ടണിലില്ലാത്ത ഓപ്ഷൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ബോർഡർ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഇല്ലാത്തത് ഏതാണെന്ന് എക്സ്റ്റേണൽ ബോർഡർ ഇല്ല. ഉള്ളത് ടോപ്പ് ബോർഡർ ഉണ്ട്, ഔട്ട്സൈഡ് ബോർഡർ ഉണ്ട്, ഇൻസൈഡ് ബോർഡർ ഉണ്ട് എന്നിവ ബോർഡർ ഓപ്ഷനിലുള്ളതാണ്. എക്സ്റ്റേണൽ ബോർഡർ ഇല്ല. ഇനി 30ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ബുക്ക് മാർക്ക് ഓപ്ഷൻ ഈസ് അവൈലബിൾ ഇൻ വിച്ച് റിബൺ. ഏത് ടാബിലാണ് അല്ലെങ്കിൽ ഏത് റിബണിലാണ് ബുക്ക് മാർക്ക് ഓപ്ഷൻ ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻസേർട്ടിനകത്താണ്. ഇൻസേർട്ട് ടാബിനകത്താണ് ബുക്ക് മാർക്ക് ഉള്ളത്.
അടുത്തത് 31ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഹൗ ക്യാൻ വി ഡ്രോ എ ഷേപ്പ് ഇൻ MS വേർഡ് 2007? 2007 MS വേർഡിൽ 2007 നമുക്ക് എങ്ങനെയാണ് ഒരു ഷേപ്പിനെ ഡ്രോ ചെയ്യാൻ കഴിയുന്നതെന്നാണ് ചോദിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇൻസേർട്ട് ഷേപ്സ്, ക്ലിക്ക് ആൻഡ് ഡ്രാഗ്. ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബിൽ ഷേപ്സ് എന്ന് പറയുന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പെൻസിൽ ഇത് വരും ഓപ്ഷൻ. അത് വെച്ചിട്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ നമുക്ക് ഷേപ്പ് നിർമ്മിക്കാൻ കഴിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മിനിമം ഫോണ്ട് സൈസ് ക്യാൻ ബി ഗിവൺ ബൈ ടൈപ്പിംഗ് ഇൻ ഫോണ്ട് ഡയലോഗ് ബോക്സ് ഓർ ടൂൾ ബാർ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് 1. 33ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി കറക്റ്റ് ഫയൽ എക്സ്റ്റൻഷൻ ഇൻ ഫയൽ നെയിം ഓഫ് MS Excel 2007? MS Excelലെ ഫയൽ എക്സ്റ്റൻഷൻ ഏതാണ് കറക്റ്റ്? 2007 ആണ് .xlsx. 2070 ആവുമ്പോൾ XLSX എന്ന് വരും. 2003 ആണെങ്കിൽ .xls എന്ന് വരും. 7 ആണെങ്കിൽ എക്സും കൂടെ എക്സ്ട്രാ വരും ലാസ്റ്റ്. 2003ക്ക് XLS എന്നേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് 34ാമത്തെ. ഇഫ് വി ക്രിയേറ്റ് എ ഹൈപ്പർ ലിങ്ക് ഇൻ എ വേർഡ്, ദ വേർഡ് വിൽ ചേഞ്ച് ഇൻ ഡാഷ് കളർ. ഹൈപ്പർ ലിങ്കിൽ നമ്മൾ കൊടുക്കുമ്പോൾ ഏത് കളറാണ് വരുന്നത്? ബ്ലൂ എന്ന് പറയുന്ന നിറമാണ്, ബ്ലൂ നിറം. ഓപ്ഷൻ സി ആണ്. ഇനി 35ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഡീഫോൾട്ട് ടാബ് സ്റ്റോപ്പ് അറ്റ് ഡാഷ് ഇൻ MS വേർഡ്. MS വേർഡിൽ ഡീഫോൾട്ട് ആയിട്ടുള്ള ടാബ് സ്റ്റോപ്പ് എത്രയാണ്? 0.5 ആണ്. 0.5 ആണ് ഡീഫോൾട്ട് ആയിട്ടുള്ള MS വേർഡിലെ ടാബ് സ്റ്റോപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് ദി ഷോർട്ട് കട്ട് കീ ഫോർ ഡിലീറ്റ് ദി സെലക്റ്റഡ് ഐറ്റംസ് പെർമനൻ്റ്ലി വിത്തൗട്ട് പ്ലേസിംഗ് ദി ഐറ്റംസ് ഇൻ ദി റീസൈക്കിൾ ബിൻ? ഏത് ഷോർട്ട് കട്ട് കീ ആണ് യൂസ് ചെയ്യുന്നതെന്നാണ്. ഒരു സെലക്റ്റഡ് ഐറ്റത്തെ റീസൈക്കിൾ ബിന്നിലോട്ട് പോകാതെ തന്നെ പെർമനൻ്റായിട്ട് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്ഷൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ഷിഫ്റ്റ് പ്ലസ് ഡിലീറ്റ് ആണ്. ഷിഫ്റ്റ് പ്ലസ് ഡിലീറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെലക്റ്റഡ് ഐറ്റത്തെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഷിഫ്റ്റ് പ്ലസ് ഡിലീറ്റ് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ റീസൈക്കിൾ ബിന്നിലോട്ട് പോകാതെ തന്നെ ആ ഐറ്റം പെർമനൻ്റായിട്ട് തന്നെ ഡിലീറ്റ് ആവും. ഇനി 37ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കീ ഓർ കീ കോമ്പിനേഷൻ വിൽ മൂവ് ദി ഇൻസേർഷൻ പോയിന്റ് ടു ദി ബോട്ടം ഓഫ് യുവർ ഡോക്യുമെൻറ്റ്. നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ ഏറ്റവും ബോട്ടത്തിൽ ഇൻസേർഷൻ പോയിന്റിനെ കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കുന്ന കീ ഏതാണ്? കീ അല്ലെങ്കിൽ കീ കോമ്പിനേഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് Ctrl+End ആണ്. Ctrl+End എന്നിവ ബട്ടൺ പ്രസ് ചെയ്താൽ നമ്മുടെ ഇൻസേർഷൻ പോയിന്റിനെ നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ ബോട്ടത്തിലോട്ട് കൊണ്ടുവരാൻ സാധിക്കും. ഈ 38ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി സ്റ്റെപ്പ് ടു സെൻഡ് എ വേർഡ് ഡോക്യുമെൻറ്റ് ആസ് ആൻ ഇമെയിൽ ഫ്രം ദി വേർഡ് ഡോക്യുമെൻറ്റ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓഫീസ് ബട്ടൺ സെൻഡ് ഇമെയിൽ. അടുത്ത 39ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മാക്സിമം സൂം സൈസ് ക്യാൻ ബി പ്രൊവൈഡഡ് ഇൻ MS ഓഫീസ് ഈസ്. ഓപ്ഷൻ എ ആണ് 500. 40ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹെൽപ്സ് ടു റെഡ്യൂസ് സ്പെല്ലിംഗ് എറർ ഇൻ ദി വേർഡ് ഡോക്യുമെൻറ്റ്? വേർഡ് ഡോക്യുമെൻറ്റിൽ സ്പെല്ലിംഗ് എറർ കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്ഷൻ ഏതാണ്? ഓട്ടോ കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 41ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വെയർ വി ക്യാൻ സീ വ്യൂ ബട്ടൺസ്. വ്യൂ ബട്ടൺസ് നമുക്ക് കാണാൻ കഴിയുന്ന എവിടെയാണ്? ബോട്ടം ഓഫ് ദി ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാർ. ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാറിൻ്റെ ബോട്ടത്തിലാണ് നമുക്ക് വ്യൂ ബട്ടൺസ് കാണാൻ കഴിയുന്നത്. 42ാമത്തെ ക്വസ്റ്റ്യൻ. ഇതാണ് ആൻസർ വരേണ്ടത്, പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയിരുന്നു. 41ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 42ാമത്തെ. ചേഞ്ച് കേസ് ഓപ്ഷൻ അവൈലബിൾ ഇൻ വിച്ച് മെനു ഓഫ് MS വേർഡ് 2003? 2003 ചേഞ്ച് കേസ് വരുന്നത് 2003 ആണ് ചോദിച്ചിരിക്കുന്നത്. ചേഞ്ച് കേസ് വരുന്നത് എവിടെയാണ്? ഫോർമാറ്റിലാണ്, ഫോർമാറ്റ് ബട്ടൺ. ഇനി ഫോർമാറ്റ് മെനു 2003 മെനൂസ് എന്നാണ് അറിയപ്പെടുന്നത്. മെനു 2007 ആവുമ്പോൾ അതിനെ റിബൺസും ബട്ടൺസും
ആയിട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ് 43. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡു യു ഹെൽപ്പ് ടു ചേഞ്ച് മാർജിൻ ഓഫ് എ വേർഡ് ഡോക്യുമെൻറ്റ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ്. മാർജിൻസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സിൽ നിന്നാണ്. അടുത്തത് വാട്ട് ഈസ് ദി ഫുൾ ഫോം ഓഫ് വീഡിയോ? വീഡിയോൻ്റെ ഫുൾ ഫോം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. 45. ക്വസ്റ്റ്യനാണ് ഡാഷ് കീ ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ദി മൗസ് സെലക്ടഡ് ടൂൾസ് ഓൺ ദി റിബൺ ബൈ ഡിസ്പ്ലേ ഇൻ ദി കീ ടിപ്സ്. ആൻസർ വരുന്ന ഓൾട്ട് ആണ്. കീ ടിപ്സ് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഓൾട്ട്. ഓരോ ഡാഷ് കീ ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് മൗസ് ടു സെലക്ട് ടൂൾസ് ഓൺ ദി റിബൺ ബൈ ഡിസ്പ്ലേ ഇൻ ദി കീ ടിപ്സ്. ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്, ഓൾട്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഹൗ ക്യാൻ വി സെലക്ട് എ പാരഗ്രാഫ് ബൈ യൂസിങ് വൺ ഓഫ് ദി ഫോളോയിങ് മെത്തേഡ്? സെലക്ട് എ പാരഗ്രാഫ് is used. How can we select a paragraph by using one of the following method? Answer വരുന്നത് ട്രിപ്പിൾ ക്ലിക്ക് ലെഫ്റ്റ് ബട്ടൺ ഓഫ് ദി മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടണിൽ ട്രിപ്പിൾ ക്ലിക്ക് ചെയ്യണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് വിൽ ഹാപ്പൻ ഇഫ് വി പ്രസ് ഫംഗ്ഷൻ കീ F12 എന്ന ഫംഗ്ഷൻ കീ ക്ലിക്ക് ചെയ്താൽ എന്ത് വരും? സേവസ് ഡയലോഗ് ബോക്സ് വരും. അടുത്ത ക്വസ്റ്റ്യൻ 42. ഡാഷ് കീസ് വിൽ പ്രസ്ഡ് ടു എറേസ് എ വേർഡ് ടു ദി റൈറ്റ് ഓഫ് ദി ഇൻസർഷൻ പോയിന്റ് റൈറ്റ് സൈഡിലുള്ള ഒരു വേർഡ് നമ്മൾ എറേസ് ചെയ്യാൻ വേണ്ടി ഏത് കീ ആണ് പ്രസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, കൺട്രോൾ പ്ലസ് ഡിലീറ്റ് ആണ്. 49. ക്വസ്റ്റ്യൻ one of the following page size options cannot be selected from the drop down menu of size button in the page layout ribbon. Answer is stuffloid. One of the following page size options cannot be selected from the drop down menu of size buttons in the page layout ribbon. സ്റ്റഫ്ലോയിഡ് സെലക്ട് ചെയ്യാൻ സാധിക്കില്ല. ബട്ട് ഉള്ളത് എന്തൊക്കെയാണ്? സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, ലെറ്റർ സ്മോൾ ഉണ്ട്, ലീഗലുണ്ട്. ഇതൊക്കെ പേജ് സൈസ് ഓപ്ഷൻസ് ആണ്. ഇനി അടുത്ത 50. ക്വസ്റ്റ്യൻ ആണ് ഗട്ടർ പൊസിഷൻ കനോട്ട് ബി സെറ്റ് ഇൻ ദി ഫോളോയിങ് പൊസിഷൻസ് ഇൻ MS Word 2003 എന്നുള്ളതാണ്. ഇത് ക്യാൻസൽ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഈസ് നോട്ട് എ നോൺ ക്യാരക്ടർ കീ? നോൺ ക്യാരക്ടർ കീ അല്ലാത്ത ഏതാണ്? നോട്ട് എ നോൺ ക്യാരക്ടർ കീ എന്നാണ് അതിനർത്ഥം. ക്യാരക്ടർ കീ ഇതിനകത്ത് ഏതാണ്? അത് ആൻസർ വരുന്നത് ലീൻ ക്യാരക്ടേഴ്സ്. ബാക്ക് കീ, ഷിഫ്റ്റ് കീസും ബാക്ക് സ്പേസ് കീയും ടാബുലേറ്റർ കീസും ഒക്കെ നോൺ ക്യാരക്ടേഴ്സ് കീ ആണ്. ഇവയല്ല, ഈ 3 എണ്ണവും. ഇതിനകത്ത് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നോൺ ക്യാരക്ടർ കീ അല്ലാത്ത ഏതാണെന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ two small rubber rolls underneath the cylinder are called feed rollers ആണ്. അടുത്ത് which is the correct abbreviation used to response silver plaint? then which of the correct abbreviation ഏതാണെന്നാണ് സർ. അതിൻ്റെ അബ്രീവിയേഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ്, RSVP. 57. ക്വസ്റ്റ്യൻ വോൺ ഔട്ട് ഡോഗ്സ് ആർ വൺ ഓഫ് ദി കോൺട്രിബ്യൂഷൻ ഫാക്ടേഴ്സ് ഫോർ. ആൻസർ വരുന്നത് ജെർക്കി മൂവ്മെൻ്റ് ആണ്, ഓപ്ഷൻ ബി. അടുത്ത 55. ക്വസ്റ്റ്യൻ ക്യാരേജ് റാക്ക് ആൻഡ് പീനിയൽ വീൽ ട്രാൻസ്മിറ്റ് ദി മെയിൻ സ്പ്രിംഗ് ഫോഴ്സ് ടു ദി. ആൻസർ വരുന്നത് ഡി ആണ്, ഓപ്ഷൻ ഡി, ഡോഗ് ബ്ലോക്ക്. അടുത്ത ഓൾ ദി ടൈപ്പ് ബാർസ് ആർ ടു സ്റ്റക്ക് അറ്റ്. ടൈപ്പ് ബാർസ് എല്ലാം സ്റ്റക്ക് ചെയ്യുന്ന എവിടെയാണെന്നാണ് ചോദ്യം. സെൻട്രൽ ഗൈഡ് ആണ്. ഇനി 57. ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയിരുന്നു. അടുത്ത 58. ക്വസ്റ്റ്യൻ ദെയർ ആർ ഡാഷ് കൈൻഡ് ഓഫ് ലൈൻ സ്പേസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇൻ ടൈപ്പ്റൈറ്ററിലുള്ള ലൈൻ സ്പേസ് അഡ്ജസ്റ്റ്മെൻറ്റുകളുടെ എണ്ണമാണ് 5 എണ്ണം. 5 ലൈൻ സ്പേസ്
അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇനി 59ാമത്തെ വിച്ച് വൺ ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ദി കോമൺ എലമെൻറ്റ്സ്. ഇൻക്ലൂഡഡ് ഇൻ ദി കോമൺ എലമെൻറ്റ്സിലല്ല ഉൾപ്പെടാത്ത ഏതാണെന്നാണ് ആൻസർ വരുന്നത്. എ ആണ്, M/N. ഇനി അടുത്തത് 60ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദി ക്യാരേജ് വിൽ ഹാവ് മോർ ടെൻഷൻ അറ്റ് 0 ഡിഗ്രി. അടുത്ത ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു പാസേജ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. പാസേജ് ഞാൻ വായിക്കുന്നില്ല, ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും പറഞ്ഞു പോകാം. 61ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വേർ ഡിഡ് ദി ഗെയിം ക്രിക്കറ്റ് ബിഗിൻ? ഇംഗ്ലണ്ട് ആണ്. 62ാമത്തെ ക്വസ്റ്റ്യൻ. പിക്ക് ഔട്ട് എ വൺ വേർഡ് ഫ്രം ദി പാസേജ് ദാറ്റ് മീൻസ് ഈറ്റ് ഗ്രാസ് ഇൻ എ ഫീൽഡ്. ഇത് പക്ഷേ ഡിലീറ്റ് ചെയ്തേക്കുവാണ്. അടുത്ത ക്വസ്റ്റ്യനും ഡിലീറ്റഡ് ആയിരുന്നു. ഇനി 64ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദി ഇയർലിയസ്റ്റ് റിട്ടൺ റെഫറൻസ് ടു ദി ഗെയിം ക്രിക്കറ്റ്? ആൻസർ വരുന്നത് ക്രിക്കറ്റ് ആണ്, ഓപ്ഷൻ എ. അടുത്ത 65ാമത്തെ ക്വസ്റ്റ്യൻ. പിക്ക് ഔട്ട് ദി പ്രസൻറ്റ് ഫോം ഓഫ് ദി വെർബ് ബിഗൺ. ബിഗൺ എന്നുള്ളതിൻ്റെ പ്രസൻറ്റ് ഫോം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബിഗിൻ ആണ്. അടുത്ത 66 തൊട്ട് 67 ക്വസ്റ്റ്യൻ എഡിറ്റ് ചെയ്യാനുള്ളതാണ്. എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് മെൻ ഈസ് വെയിറ്റിംഗ് ഇൻ എ ക്യൂ ഔട്ട്സൈഡ് ദി ബേക്കറി. അല്ല, അതിൻ്റെ ആൻസർ വരുന്നത് ഈസ് വെയിറ്റിംഗ് ആണ്, ഓപ്ഷൻ ഡി ആണ്. അടുത്ത് വുമൻ കുക്സ് ഫുഡ് ഇൻ ദെയർ കിച്ചൺ. ഇതിനകത്ത് കുക്സ് എന്ന് വേണ്ട, കുക്കെന്നേ ഉള്ളൂ. വുമൻ എന്നാണ്. വുമൺ അല്ല കൊടുത്തേക്കുന്നത്, വുമൻ എന്നാണ്. വുമൻ. അടുത്ത 68ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യ ഈസ് എ ഗ്രേറ്റ് കൺട്രി. പങ്ക്ച്വേറ്റ് ദി സെൻറ്റൻസ്. പങ്ക്ച്വേറ്റ് ചെയ്യാൻ കറക്റ്റ് പങ്ക്ച്വേഷൻ കൊടുത്തിട്ട് ചെയ്യാൻ എന്നാണ് ആൻസർ വരുന്നത്. ഇന്ത്യ എന്ന് വരുമ്പം ക്യാപിറ്റൽ ലെറ്റർ I ആണ് കൊടുക്കേണ്ടത്. ഇതിലൊക്കെ സ്മോൾ ലെറ്ററിൽ വെച്ചാണ് ബിഗിൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഇതാണ്, ഇന്ത്യ ഈസ് എ ഗ്രേറ്റ് കൺട്രി. അടുത്ത 69ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഐ വാണ്ട് ടു ഡാഷ് ദി പ്രൈം മിനിസ്റ്റർ ടുഡേ. ഫിൽ ദി ബ്ലാങ്ക് വിത്ത് കറക്റ്റ് ഓപ്ഷൻ. ഇതിനകത്ത് കറക്റ്റ് ഓപ്ഷൻ ഏതാണ് എന്നാണ് ആൻസർ വരുന്നത്. മീറ്റ് ആണ്, ഓപ്ഷൻ ഡി, ടുഡേ. അടുത്ത 70 തൊട്ട് 73 കംപ്ലീറ്റ് ചെയ്യാനാണ്. ഇറ്റ് വിൽ ഹാം അവർ ചിൽഡ്രൻ ഡാഷ്. ആൻസർ വരുന്നത് വോണ്ട് ഇറ്റ്. അടുത്ത യു ലുക്ക് വെരി ടയേർഡ്. യു ഹാഡ് ബെറ്റർ ടേക്കിംഗ് റെസ്റ്റ് ആണ്.